Yes, good evening all. Welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏതറിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് പോലെയാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അതായത് കമ്പനി 110 ട്രൂ പറയണമെന്നുണ്ടെങ്കിലും നമ്മൾ 110 കിലോമീറ്ററും അങ്ങനെ 100% വെച്ചിട്ട് ഓടിച്ചു നോക്കാൻ വേണ്ടി പോകണില്ല. നമ്മളൊരു സാധാരണ നമ്മൾ ബൈക്കിലൊക്കെ ചെയ്യണ പോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന പോലെ അതേപോലെ നമ്മളൊരു 30% വണ്ടിയിൽ നിന്നൊരു 30% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ 30% വെച്ചിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ ഒരു 35 to 40 കിലോമീറ്റർ സ്പീഡ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുള്ളത് നോക്കി നോക്കാം. അതോടുകൂടി തന്നെ ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വാറണ്ടിപരമായിട്ടുള്ള കാര്യങ്ങളും നേരത്തെ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളോടെയും ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ കാണുന്നത് 59% ആണ് നമ്മളുടെ വണ്ടിയിലുള്ള ബാറ്ററി ചാർജ് എന്ന് പറയാനുള്ളത്. നമുക്കൊരു 58 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി നിർത്തിയിട്ട് 58 30 എന്ന് പറയുമ്പോൾ ഒരു 58 48 38 28 നമുക്കൊരു 28% വെച്ച് നിർത്തിയിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ദേ 58% ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കറണ്ട് റൈഡ് നമുക്കത് മാറ്റിയിട്ട് 0ലേക്ക് ആക്കാം. നമ്മൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് 00 നമുക്ക് കാണാൻ പറ്റും. 58% നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷോ വി മൂവ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ വാറണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ള 2-3-4 പാർട്സിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് നമ്മളുടെ ബയോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടണമായിരിക്കും, പോയി കാണുക. പുതുതായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ഹൈവേയിലാണ് ചെക്ക് ചെയ്യണത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഹൈവേയിലാണ് ഒന്നുകൂടി നിരപ്പായിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമ്മളങ്ങനെ നോർമലായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഉദ്ദേശിക്കണുള്ളൂ. ഒരുപാട് കുന്നും മലകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയണ പോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. കുന്നും മലകളൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആയിരിക്കില്ല. നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ എങ്ങനെയാണോ കണ്ടുവരിക അതേപോലെയൊക്കെ തന്നെ ഇതും സെയിം. നമ്മുടെ ഈ വണ്ടി സ്കൂട്ടി സാധാരണ ബൈക്ക് ചെയ്യാനിലൊക്കെ ഓടുമെങ്കിൽ നമ്മുടെ സ്കൂട്ടി ബെൽറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു 14,000 13,000 ആ ഒരു റേഞ്ച് കിലോമീറ്ററിൽ വെച്ചിട്ട് എൻ്റെ ബെൽറ്റ് ഒരു ദിവസം പൊട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ വേറെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ദ്രവിക്കുക കാര്യങ്ങൾ അങ്ങനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരൊറ്റ ഭാഗം മാത്രം ഇങ്ങനെ പൊട്ടിയാൽ പോന്നു. എന്താ സംഭവം എന്നുള്ളത് നമ്മൾ ഷോറൂമിൽ കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇത് ജസ്റ്റ് കല്ലടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കവറിങ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം ഓപ്പൺ ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ല ഗട്ട് റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ കല്ലടിച്ചിട്ട് ഈ ബെൽറ്റിന് ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ടാവുന്നത്. അങ്ങനെ പിന്നെ ഇരിക്കെ നമ്മൾ നല്ല പവറിലൊക്കെ ആയിരിക്കുമല്ലോ ഇടയ്ക്ക് പോകും. അങ്ങനെ ഇരിക്കെ അങ്ങനെ ആ ഒരു ഭാഗം മാത്രം പൊട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് അവർ പറയണത്. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ബെൽറ്റിന്റെ വേറെയുള്ള ഭാഗങ്ങളിൽ ഒരു തരി പോലും ദ്രവിച്ചതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് മാറാൻ നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് നമ്മൾക്ക് പേയ്മെന്റ് വേണ്ട, ബെൽറ്റിന് വാറണ്ടി ഉണ്ട്, 20,000 കിലോമീറ്റർ വരെ ബെൽറ്റിന് വാറണ്ടി ഉണ്ടെന്നാണ് ആ ടൈമിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ 14,000 കിലോമീറ്റർ ആണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കത് വാറണ്ടിയിൽ തന്നെ മാറി കിട്ടി. അതേപോലെ തന്നെ ഈ കാണുന്ന ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഈ ജോയ്സ്റ്റിക്ക് പോലത്തെ ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് നമുക്ക് 30,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ടായിരുന്നു. ഇതെനിക്ക് വണ്ടി എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതെനിക്ക് എന്തോ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമുക്ക് റണ്ണിങ്ങിൽ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അതായത് നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടിയിടാൻ പറ്റും. അതേപോലെ തന്നെ നാവിഗേഷനിൽ പോയിട്ട് നോർമൽ സ്ക്രീനിൽ കാക്കാനും പറ്റും. അതേപോലെ തന്നെ മാപ്പുള്ള സ്ക്രീനിൽ കാക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ ഈ ഒരു കൺട്രോള്. അങ്ങനെ എനിക്ക് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു സംഭവം മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനത് ഓരോ സർവീസിലും പറയാമെന്നും വിചാരിച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞത് 25,000 കിലോമീറ്റർ സർവീസ് ആകുമ്പോഴാണ്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ വിചാരിക്കും പറയണം എന്ന്, ഓരോ വട്ടം മറക്കും. അങ്ങനെ ഇരിക്കുക എന്തോ ലക്ക് കൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾ മറന്നിട്ട് എന്തെങ്കിലും പറയാണ്ടിരിക്കണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കണ്ട. കാരണം എനിക്കെന്തോ ലക്ക് കൊണ്ടാണ് 30,000 കിലോമീറ്റർ വരെ ഈ ഒരു ജോയ്സ്റ്റിക്കിന് വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് 25,000 കിലോമീറ്റർ ഞാൻ പറഞ്ഞപ്പോൾ അതെനിക്ക് മാറി കിട്ടിയത്. ഞാൻ 30
30,000 കിലോമീറ്ററിന് ശേഷമാണ് എനിക്കിത് കംപ്ലൈൻ്റ് ഉണ്ട്, 2 മാസം തൊട്ടിട്ട് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പരമാവധി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കുക. അതിൻ്റെ ഓരോരോ പാർട്സിന് ഇത്ര കിലോമീറ്റർ വെച്ചിട്ടൊക്കെയാണ് അവർ വാറൻറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബെൽറ്റിനാണെന്നുണ്ടെങ്കിൽ 20,000 കിലോമീറ്ററിന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്വിച്ചിനാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചസ് കാര്യങ്ങൾക്കൊക്കെ 30,000 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ സംസാരത്തിലേ ഈ സ്പീഡ് മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് 45, 50 ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇടയ്ക്ക് അറിയണില്ല. 35, 40 തന്നെ പിടിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 4 മോഡ്സാണ് വരുന്നത്. എക്കോ മോഡ്, റൈഡ് മോഡ്, അതുപോലെ തന്നെ സ്പോർട്സ്, പിന്നെ വാപ്പ്. അതിൽ എക്കോ മോഡാണ് കുറച്ച് എടുത്ത് പറയാനുള്ളത്. റൈഡ് മോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവറോട് കൂടിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ചാർജും വലിക്കും. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ പവറാണ്, നല്ല പവർ ഉണ്ടാവും. വാർപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഇനീഷ്യലി കൂടിയിട്ടുള്ളൊരു പവറിനെയാണ് വാർപ്പ് എന്ന് പറയുന്നത്. വാർപ്പിൽ എനിക്ക് തോന്നുന്നു 91 92 അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് ടോപ്പ് സ്പീഡ് അടിച്ചിട്ടുള്ളത്. ഞാൻ മിക്കപ്പോഴും സ്പോർട്സ് ആണ് ഇടാറുള്ളത്. കാരണം രണ്ടും തമ്മിൽ പവറിൽ വലിയ വ്യത്യാസമൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എക്കോ മോഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കോ മോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. പരമാവധി ബാറ്ററി സേവ് ചെയ്തിട്ടാണ് നമുക്ക് പവർ തരിക. അതിപ്പോൾ ഈവൺ ഒരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിലും ഈ എക്കോ മോഡിന് ഒരു നിശ്ചിത പവർ വരെ ഉണ്ട്. ആ പവറിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി എത്ര തന്നെ കൈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും പോവില്ല. ലൈക്ക് ഇപ്പോൾ എക്കോ മോഡിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു 60 to 65 ഉള്ളിലാണ്. സംടൈംസ് 66 ആവാം. എനിവേ അതാണ് അതിൻ്റെ ഒരു ടോപ്പ് എൻഡ് എന്ന് പറയാനുള്ളത്. അതിനെ നമ്മൾ ഒരു കുറേ നേരം പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ബ്രൗൺ കളറിൽ ഒരു സിഗ്നൽ പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതാണ് എക്കോ മോഡിൻ്റെ ഏറ്റവും പവർ കൂടിയ ടൈം. ഇതന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ കുറയണമായിരിക്കും. 3 സ്റ്റെപ്പായിട്ടാണ് കുറയുക. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഈ ബ്രൗൺ എന്ന് പറയാനുള്ളത്. ഇതാണ് ഏറ്റവും പവറായിട്ടുള്ള എക്കോ മോഡിൽ തന്നെ ഏറ്റവും പവറായിട്ടുള്ള ടൈം. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് പവർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ കളറിൽ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തതാണ് ഗ്രീൻ കളർ എന്ന് പറയാനുള്ളത്. ഏറ്റവും അവസാനം ഇതിൻ്റെ പീക്ക്, അതായത് എക്കോ മോഡിൻ്റെ പവറിൻ്റെ പീക്ക് ലെവൽ എന്ന് പറയാനുണ്ടെങ്കിൽ പച്ച കളറിൽ ഒരു പീസ് പോലെ ആയിട്ട് നമുക്ക് ഇവിടെ സിഗ്നൽ കാണിക്കും. അതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയാനുണ്ടായി. പിന്നെ നമുക്ക് അതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയാനുള്ളത്. ഒരു 35, 40 പിടിച്ചിട്ട് അധികം ആക്സിലറേഷൻ കൊടുക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2, 3, 4 കിലോമീറ്റർ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പഴയ രീതിയിൽ ബ്രൗൺ കളറിൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഇതേ നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് 10 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 58 നിന്ന് 48 ആയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 15 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഇപ്പോൾ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ പോലെ ഏതറിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ആ ആപ്പിൽ എല്ലാതും ഉണ്ടാവും. ഈ വണ്ടിയുടെ ജനിച്ചത് മുതലുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടണമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ദിവസം നമ്മളുടെ വണ്ടി ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടെങ്കിലും ആള് ഇന്നത്തെ ദിവസം എവിടെയൊക്കെ പോയി, എത്ര ടൈം സ്പെൻഡ് ചെയ്തു, സ്ഥലത്തുനിന്ന് ഏത് സ്ഥലത്തേക്കാണ് പോയത്, ആ സ്ഥലത്തേക്കുള്ള എത്ര കിലോമീറ്റർ ആണ് എടുത്തത്, എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ആള് ആ സ്ഥലത്തേക്ക് എത്തിയത്, അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളുടെ ആപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക, ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരിക. അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് ജസ്റ്റ് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ മിനിറ്റിലൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ വണ്ടി എങ്ങോട്ടേക്കാണ് പോകണത് എന്നുള്ളതിൻ്റെ ഒക്കെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ഇത് മാപ്പിൽ തന്നെ നമുക്ക് കാണുന്നതായിരിക്കും. വണ്ടി എവിടേക്കൊക്കെ പോകണമെന്നുള്ളതിൻ്റെ ഒക്കെ ചാർജിങ് എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. അതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ ഇതിൻ്റെ വാലറ്റ് കാണാൻ പറ്റും. ആ വാലറ്റിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ 100 രൂപയാണ് നമ്മളുടെ വാലറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ 100 രൂപയിൽ നിന്നായിരിക്കും നമ്മൾ ഓരോ വട്ടം പവർ സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഈ 100 രൂപയിൽ നിന്നാണ് നമുക്ക് പിടിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഈ ഒരു വാലറ്റിൽ വന്നിട്ടാണ് നമ്മൾ ഈ 100 രൂപ വന്നിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ചിലവരുടെ വാലറ്റിൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചിലവരുടെ വാലറ്റിൽ ചില സമയത്ത് ചിലപ്പോൾ ഒരു 10 രൂപ എങ്ങാനും ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഊഹിക്കാന്നുള്ളൂ 10 രൂപ വെച്ചിട്ട് നമുക്ക് ഒരു 10% അല്ലെങ്കിൽ 8% അടുത്തൊക്കെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആളുടെ വാലറ്റിൽ 10 രൂപ ഉള്ളെങ്കിലും അയാൾക്ക് ഫുൾ ചാർജ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഉള്ളൂ, ഇപ്പോൾ 10 രൂപ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 രൂപ മൈനസ് ചെയ്തിട്ട് പിന്നെ അഡീഷണൽ എടുക്കണ ചാർജ്, അഡീഷണൽ എടുക്കണ പെർസെൻറ്റേജ് എത്രയാണോ അത്രയും പെർസെൻറ്റേജിനുള്ള എമൗണ്ട് നമ്മളുടെ വാലറ്റിൽ നിന്ന് മൈനസ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 60% ആണ് എനിക്ക് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ 60% പ്ലസ് 60 രൂപ പ്ലസ് GST അങ്ങനെയായിരിക്കും എനിക്ക് വരിക. അപ്പോൾ എനിക്ക് മേ ബി 10 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും എനിക്ക് അത് മൈനസ് ആയിട്ട് ഒരു 50 രൂപ മൈനസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വട്ടം നമ്മൾ വാലറ്റ് റീഫിൽ ചെയ്യുമ്പോൾ നമുക്ക് 100 രൂപ കൊടുക്കേണ്ടടുത്ത് 150 രൂപ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നുള്ള കാര്യം തന്നെ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ 150 രൂപ റീചാർജ് ചെയ്യാം. അയ്യോ എൻ്റെ വാലറ്റിൽ 10 രൂപ ഉള്ളൂ, എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് 19 കിലോമീറ്റർ ഉണ്ടല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു കാര്യം അറിയാണ്ട് ആരെങ്കിലും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. നമുക്ക് ഇങ്ങനെയും റീചാർജ് ചെയ്തിട്ട് നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താൻ പറ്റുന്നതായിരിക്കും കേട്ടോ. യെസ്, ദിസ് ഈസ് ദി റൈറ്റ് ടൈം, ഐ തിങ്ക് സോ. നമുക്ക് 30 കിലോമീറ്റർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും കേട്ടോ. ഇതേ ഇപ്പോൾ നമ്മളൊരു 20 കിലോമീറ്റർ ആവാനായിട്ട്, അതായത് 41% ആയിട്ടുണ്ട്. അതായത് നമ്മൾ 58 തുടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 20% അടുത്ത് ആവാനായിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 17% വെച്ചിട്ട് ഇതേ ഓൾമോസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും 29 കിലോമീറ്റർ. നമ്മളിടക്ക് സംസാരത്തിൽ 50-60 കയറിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ പോയാലും ഈ പറഞ്ഞ 17% വെച്ചിട്ട് 30 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റണ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാന്നുള്ള കാര്യമുള്ളൂ ഏതർ എന്ന വണ്ടിയുടെ ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി, എത്രത്തോളം കിലോമീറ്റർ നമുക്ക് 100% വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ള നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അത് ഏകദേശം ടച്ച് ചെയ്യില്ലേ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏതറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തിരുത്തി തരാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വേറൊരു ട്രാവൽ വ്ളോഗുമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബൈക്കുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.